ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പം നമ്മൾ കളിക്കാൻ പോണ റീലം മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്യാരക്ടർ പറഞ്ഞ ഈ സ്ക്വിഡ് ഗെയിമിലത്തെ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ക്രിയേറ്റീവിൽ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മെക്ഡൊണാൾഡ്സ് ആണ്. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ എന്തെങ്കിലും പിടിക്കണോ, അല്ലെങ്കിൽ എവിടെയും കൈ തട്ടിയെല്ലാം പൊട്ടും. അപ്പോൾ നമ്മളിത് ആദ്യം പാല് കൈ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുറത്തുനിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ട ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ട ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കണ് റെഡ് ആൻഡ് വൈറ്റിൽ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തൊക്കെ ഉണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ പുറത്താണ്. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് ഇവിടെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മളെ കിച്ചനും പിന്നെ ഇവിടെ കൗണ്ടർ വരുന്നത്. ഇവിടുന്ന് ഓർഡർ ചെയ്തതിൻ്റെ പൈസ ഒക്കെ ഇവിടുന്ന് കൊടുക്കും. പിന്നെ ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കിയതും പിന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളും പിന്നെ ഇവിടെ നമ്മളെ കാണിലൊക്കെ വന്നിട്ട് ഓർഡർ കൊടുക്കില്ല, അതുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് ഇതാണ് സ്റ്റെപ്പിൻ്റെ അടിഭാഗം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് മക്കളുടെ കയറി മോളിൽ ചെല്ലുമ്പോൾ കാണുന്നത് മോളിക്ക് ചെല്ലാം. നമുക്ക് എന്താ കണ്ട ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്കൊക്കെ മോളിലും അടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടിയിലേക്ക് തന്നെ പോവാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എത്ര ഉള്ളൂ. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളവിടെ ഇതാണ് നമുക്ക് പുറത്തിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇത് നമ്മൾ ഒരു അപ്പുറത്ത് കണ്ട പാർക്ക് പുറത്തുനിന്ന് എടുത്തതാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തത്തെ വ്യൂ ഇതാണ് മെക്ഡൊണാൾഡ്സിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തത്തെ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മളെ മൊത്തം പാർക്ക് പറഞ്ഞത്. ഇതപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ തന്നെ ആക്കിയതാണ്. മുമ്പ് പുല്ലിട്ടൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട വെച്ചിട്ട് തന്നെ ഇതാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ്. പുറത്തേക്ക് വെള്ളം പോകുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ അപ്പുറത്ത് വേറെ ഒന്ന് എടുത്ത പാർക്ക് തന്നെ ഉണ്ട്, ഉണ്ടാക്കിയതല്ല ആ പാർക്ക്. അപ്പോൾ നമുക്ക് ആ പാർക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ റോഡൊക്കെ ഉണ്ട്, അത് നമ്മൾ എടുത്ത് തന്നെ. അപ്പോൾ ഇതാണ് മൊത്തം പാർക്ക്. ഇത് വാട്ടർ സ്ലൈഡ് പോലത്തെ പാർക്കാണ്. നമ്മൾ ഇതിൽ കൂടെ കയറുമ്പോൾ നേരെ ചെന്നിട്ട് ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു മറ്റേ ട്രെയിനില്ലേ അത് എടുത്തിട്ട് വെക്കണം. അപ്പോൾ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ഇറങ്ങിയാൽ ഇവിടേക്ക് എത്തും. പിന്നെ അപ്പുറത്ത് അങ്ങനെ ഉണ്ടായില്ല, നമ്മൾ കുറച്ച് ബൂസ്റ്ററും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല സ്പീഡാവും. അടുത്തത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കൂടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പോവാം. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ട്രെയിൻ വെക്കണം. ആ ചോപ്പ് ഇതിമ വെക്കുക, അതാണ് ബൂസ്റ്റർ. ഇവിടെ നല്ല വേഗത്തിൽ വേഗം അവിടെ എത്തും. വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് നമ്മളാക്കിയത് തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയ ജമ്പിങ് ബാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കാണിച്ചത് അത് ഇതിക്കൂടെ കയറിയിട്ട് ഇതിമ്മപ്പാടെ ഇങ്ങനെ കയറുക. ചെറുതായിട്ടൊന്ന് തെന്നി വീണ് സാരമില്ല. അപ്പോൾ നമ്മൾ വീണ്ടതിന് മുകളിൽ കയറി ഇതാണ്. ഇതും ജമ്പിങ് ബാസ്റ്റ് തന്നെയാണ്. ഇവിടുന്ന് അങ്ങനെ ചാടുമ്പോൾ ഇവിടെ ജമ്പിങ് ബാസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മളെ ഇവിടെ ഇതും ജമ്പിങ് ബാസ്റ്റ് തന്നെയാണ്. കണ്ടില്ല, ഞാൻ ഇവിടുന്ന് ചാടുമ്പോൾ ഇങ്ങനെ ചാടിയിട്ട് ഇവിടുന്ന് വെള്ളത്തിലോട്ടാണ് ചാടാം. നമ്മളെ മാളൊന്ന് കാണിച്ചു തരാം അവിടെ ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ റോഡൊക്കെ ഉണ്ട്, ഇവിടെ ജോയിൻറ്റ് ചെയ്യാനുണ്ട്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ട് റോഡ്, ഇവിടെ എൻ്റെ അയക്കണം. ഇവിടുന്ന് ഇനി രണ്ട് കണക്ഷനൊക്കെ കൊടുക്കാണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോണ ഒരു ബസ്സാണ്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇതിൻ്റെ വളർത്തുകയാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ നമ്മൾ മാപ്പ് കാണുമ്പോൾ ഇവിടെ മാപ്പിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അവിടെ നമ്മുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കാണുമ്പോൾ എന്താണ് നമ്മളെ മാള്. നമ്മളിതിന് പേര് വെക്കാൻ വിചാരിക്കുന്നത് ഒരു ജിമാളാണ്. ഇനി ചിലപ്പോൾ മാറ്റും. നമ്മളിത് ആദ്യം ടോയ്സ് ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ തന്നെ. പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടുന്ന് വാതിൽ കൂട്ടിയേക്കാം. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ
ഒരു ഗെയിമിംഗ് റൂമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ട്. സ്മോൾ ഗെയിമിംഗ് സെറ്റ്, ബിഗ് ഗെയിമിംഗ് TV സെറ്റ്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനത്തെ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഗെയിം കളിക്കാം. അതിൻ്റെ പൈസ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 300, 500, 200 എല്ലാത്തിൻ്റെ ഉണ്ട്. അതിൻ്റെ മുകളിൽ എന്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് കളയാം. എന്താ ഞാൻ വെച്ചതൊന്നുമല്ല, ആരോ കൊണ്ട് വെച്ചതാണ്. എല്ലാ റൂമിലും ഉണ്ട് ഇങ്ങനത്തെ. അപ്പോൾ ഈ റൂമിൽ കണ്ട് പൊട്ടിച്ച് കളയാം. നമുക്ക് പൊട്ടിക്കാം. ഞങ്ങളെ വെറുതെ ലാഗ് അടുപ്പിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഇതും പൊട്ടിച്ചേക്കാം. നമുക്കിനി ഇവിടുന്ന് കടയിലേക്ക് പോയിട്ട് നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഇത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയോട് മുകളിൽ ഇഷ്ടമാതിരി റൂം ഉണ്ടാക്കുന്ന സ്ഥലം. മുകളിലൊക്കെ ഗ്ലാസ് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ കട്ട് വെക്കുകയാണെങ്കിൽ ഉള്ളിൽ സോംബിയൊക്കെ വന്നിട്ടും ഫുള്ളും പണി കിട്ടും. അപ്പോൾ നമ്മൾ മുകളിലും ഗ്ലാസ്സിന് കൊടുത്തു. ഇത് പിന്നെ ബാത്റൂം ആൻഡ് കിച്ചൺ ഐറ്റംസാണ്. എല്ലാതും ഉണ്ട്. കിച്ചണിക്കുള്ള ചെയറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിതാ നേരെ കണ്ട് ചെല്ലുമ്പോൾ ഇവിടെ ഓഫീസ് റൂമാണ്. ഓഫീസ് റൂം ഇതാണ്. ഇതിൻ്റെ മുകളിലുണ്ട് ആ സാധനം. അതിപ്പോൾ പൊട്ടിക്കണ്ട, നമുക്ക് പിന്നെ പൊട്ടിക്കാം. നമ്മൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് പോകുമ്പോൾ ഇവിടെ CCTV റൂമുണ്ട്. ഇവിടെ സെക്യൂരിറ്റിനെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കണ പൂച്ചേനെ വളർത്ത പൂച്ചയാണ്. അവിടെ ഫുൾ ഇവിടെ തന്നെ ഉണ്ട് കുറേ CCTV. ഇവിടെ 2 ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് വീട് കാണിക്കാൻ വേണ്ടി പോവാം. അപ്പം ഇനി വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഇവിടുന്ന് വേഗം പോവാം നമുക്ക് വീട്ടിലോട്ട്. പിന്നെ ഇവിടെ നമ്മൾ പാർക്കിംഗ് ഉള്ളത് ഇല്ല. ഇവിടെ റോഡ് ഉണ്ടായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി അവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആണിങ്ങനെ ഇട്ടേക്കുന്നത്. പണിയൊന്നും ഫുള്ളും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ ഇവിടെ കുറച്ച് ബസ്സൊക്കെ ഉണ്ട്. ഇതിന് ചില വണ്ടിയൊക്കെ നമ്മൾ എടുത്തതാണ്, ചില ഉണ്ടാക്കിയത്. പോലീസ് കാർഡൊക്കെ ഉണ്ടാക്കിയതാണ്. അത് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇടണ ഒരു മറ്റേ ട്രെയിൻ പോലത്തെ സാധനം എടുത്ത് കാണിച്ചു തരാം. വേണ്ടെങ്കിൽ പോകും. പിന്നെ ഗെയിം പിന്നെ റീസ്റ്റാർട്ട് ആകുമ്പോൾ എല്ലാം പോയിപ്പോകും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇവിടെ മാസ്റ്റർ പീസ് സാധനം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ റൈഡാണ്. അത് പിന്നെ വാട്ടർ സ്ലൈഡ് ഉണ്ട്. അതിനപ്പോൾ കാണിച്ചിട്ടില്ല, ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ആഡ് കാണാനുണ്ട്. ട്രെയിൻ നേരത്തെ കളഞ്ഞു. നമുക്ക് നെറ്റ് ഒന്ന് ഓഫ് ആക്കണം കേട്ടോ. അത് നമുക്ക് ട്രെയിനൊന്നും എടുക്കാം. ട്രെയിന് ഇവിടെ ഉണ്ട്, എടുക്കുക. നമുക്ക് നെറ്റ് ഒന്ന് ഓഫ് ആക്കിയിടാം കേട്ടോ ഗൈസ്. ഓക്കെ, നെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട, ആഡൊക്കെ പോയി. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് പോയാൽ പിന്നെ ഒന്നും കാണില്ല, ഇരിക്കാനൊന്നും പറ്റില്ല. ഇവിടുന്ന് പതുക്കെ പോവുള്ള. പിന്നെ അവിടുന്ന് നേരെ സ്പീഡിലാണ്ട് പോയിക്കോളും. പിന്നെ ഒന്നും കാണില്ല. നമുക്ക് എങ്ങനെ ഹാൻഡിൽ ഇതാക്കേണ്ടി പോലും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ തിരിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നമ്മൾ വന്നത് ഇത്ര വലിയ റൈഡാണ്. ഇത്ര വേഗം കഴിഞ്ഞു. ഫുള്ളും പോസ്റ്ററാണ്. പിന്നെ ഈ ഒരു വീട് വാടക വീടാണ്. അപ്പോൾ കാണിക്കണില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇടുങ്ങിയിട്ടാണ്. ഇതൊക്കെ മേടിച്ച വീടാണ്. അപ്പോൾ കണ്ടില്ലേ ഈ വീടിൻ്റെ ലുക്ക് കണ്ടില്ലേ ഗൈസ്. സിമ്പിൾ. ഈ വെയിലൊക്കെ ഞാൻ തന്നെ കെട്ടിയത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇവിടെ കുറേ അനിമൽസൊക്കെ ഉണ്ട്. ഇനി ഈ ഗെയിമിലുള്ള ഈ ജെല്ലി പോലത്തെ സാധനം, അതിനെ കൊന്നാൽ വീണ്ടും അതിൻ്റെ കുട്ടികൾ അങ്ങനത്തെ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ കൊല്ലണില്ല. അപ്പോൾ അവിടെ 2 ഗാരേജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇതുണ്ട്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് മുകളിലേക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ കാണിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ലിവിങ് റൂമുണ്ട്. ഇവിടെ ലിവിങ് ഒക്കെ ചെയ്യാം. ഇത് പിന്നെ ഗാരേജിൻ്റെ ഉള്ളിലാണ്. ഗാരേജിൻ്റെ പിന്നെ 2 ഗാരേജ് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം കാണിക്കണുള്ളൂ. ഇതേപോലെ തന്നെ മറ്റതും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ഡൈനിങ് ഹാൾ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്റ്റെപ്പിൻ്റെ അടിയിൽ കൂടെ വഴി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ഡൈനിങ് ഹാൾ വരുന്നത്.
അപ്പോൾ ഇവിടെ ചെറിയ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നേരെ പോകുമ്പോൾ ഇവിടെ ഡൈനിങ് ഹാള്, പിന്നെ ഇവിടെ ഉണ്ട് ചെറിയ ടോയ്ലറ്റ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിൽ തന്നെ 2 ബെഡ്റൂമാണ്. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ ബാൽക്കണിയാണ്. ഇത് നമുക്ക് ഇവിടെ സൺബാത്തൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് വെച്ചിട്ടുണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. അതേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, മാറ്റിൻ്റെ കളർ മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളിലുള്ളത് കണ്ടില്ല ഗൈസ്. ഇനി ഇവിടെ കാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അത് കണ്ട അവിടെ വാട്ടർ സ്ലൈഡ്, അത് നമ്മൾ പിന്നെ കയറി കാണിച്ചു തരാം. ഞാൻ ഇപ്പം കാണിക്കാൻ മറന്നതാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് അത് ഓർക്കണത്. അത് കാണിച്ചില്ലാന്ന് കൊണ്ട പാർക്കിങ്ങൊക്കെ അതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ കണ്ടില്ലേ 2 കുതിരകൾ, അത് ഇന്ന വളർത്തുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇതുള്ള നമ്മളത്തെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.